കീർത്തീശ്വരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു, ശരത് കുമാർ, ഋതുഹാരൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ഡ്യൂഡ്. ആ സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സായി അഭ്യങ്കറാണ് ഇതിനുവേണ്ടി സംഗീതം ഒരുക്കിയിട്ടുള്ളത്. നികേത് ബൊമ്മയാണ് ഇതിന്റെ DOP ചെയ്തിട്ടുള്ളത്. ഭരത് വിക്രമനാണ് ഇതിന്റെ എഡിറ്റർ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഇറ്റ്സ് എ പ്രദീപ് രംഗനാഥൻ മൂവി. അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ അതിലുള്ളൊരു പെർഫോമൻസിന്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ഫുൾ അർമാദം. പക്ഷേ ചില കാര്യങ്ങൾ എക്സ്ട്രാ ഇതിനകത്ത് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ എവിടെയോ ലാക്ക് ചെയ്യുന്നില്ലേ എന്നൊരു തോന്നലുണ്ട്. ആകെ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് കൊടുത്ത പൈസയ്ക്ക് ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് കുറച്ച് ചിരിക്കാനുള്ളതുണ്ടായിരുന്നു, കുറച്ച് ചിന്തിക്കാനുണ്ടായിരുന്നു. പിന്നെ ചില പഴയ ഓർമ്മകളിലേക്ക് അതെന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. പക്ഷേ ഒരല്പം കൂടി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ അതുപോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് പ്രകടനങ്ങളാണ്. ആ ക്യാരക്ടേഴ്സിനെ എഴുതിയുണ്ടാക്കിയിരിക്കുന്ന രീതി, അവതരിപ്പിച്ചിരിക്കുന്ന രീതി, ആ പെർഫോമൻസ് അതിനെ ക്യാരി ചെയ്തിരിക്കുന്ന ഒരു രീതി, അതിനെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയത് ശരത് കുമാറിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. കാര്യം തുടക്കത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു ക്യാരക്ടർ, പിന്നീട് അതിനുണ്ടാകുന്ന ഒരു ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുള്ളി ആയതുകൊണ്ട് ഇവരിങ്ങനെ റിയാക്ട് ചെയ്തു നമുക്ക് തോന്നിപ്പോയി. അതായത് ഈ ആർട്ടിസ്റ്റുകൾക്ക് ശരിക്കും പുള്ളിയുടെ ഈ എക്സ്പ്രഷൻ കണ്ട ആർക്കായാലും വരാൻ സാധ്യതയുള്ള എക്സ്പ്രഷൻസേ ഇവരിടുന്നുള്ളൂ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന അത്രയും ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു മിനിസ്റ്ററാണ്. അപ്പോൾ അയാളുടെ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ കാണുമല്ലോ. അത് ഗംഭീരമായിട്ട് പുള്ളി സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സർപ്രൈസിംഗ്ലി അടിപൊളി എന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഋതുഹാരനാണ്. പൊതുവേ ഈ തമിഴ് സിനിമയിലേക്ക് പോകുന്ന മലയാളി അഭിനേതാക്കളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിറഞ്ഞാടും. നമ്മുടെ മലയാളി ആർട്ടിസ്റ്റുകൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ അല്ലെങ്കിൽ മെയിൻ വില്ലനൊക്കെ ആയിട്ട് പോകണം. പക്ഷേ ഇത് ഈ ഋതു വന്ന് കയറുന്ന മൊമെൻറ്റ് തൊട്ട് പിന്നീട് ഈ രംഗനാഥനോടൊപ്പം നമുക്ക് ഋതുവിനെയും കാണാൻ പറ്റും. ഗംഭീര ടൈമിംഗ് ആയിരുന്നു. തമിഴ് ഡയലോഗ് ഡെലിവറി, എക്സ്പ്രഷൻസ് എല്ലാം അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നമുക്ക് മമിതേനെയും പറയാം. അടിപൊളിയായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള വേഷത്തിന്, ആ ഒരു ക്യാരക്ടറിന് വേണ്ടുന്ന ഒരു ജിൽജിൽ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളിക്കാരി ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. പെയിൻഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിലേക്കൊക്കെ വരുന്ന സമയത്തും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതിലെ സ്റ്റാർ ഓഫ് ദ ഷോ പ്രദീപ് രംഗനാഥൻ, പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇതുവരെ ചെയ്യാത്ത ഭയങ്കര വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ കോമൺ ആയി കണ്ടിട്ടുള്ള പല ട്രേറ്റ്സും പല ഇമോഷൻസും എക്സ്പ്രഷൻസും അതൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അയാളുടേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്, അയാളുടേതായിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിൽ ഇരിക്കുന്ന അത്രയും സമയവും നമ്മളെ എൻജോയ് ചെയ്യിച്ച് ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചിരുത്തത്തക്ക രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ പെർഫോമർ, പെർഫോമർ അയാളിങ്ങനെ നിറഞ്ഞാടുന്നുണ്ടായിരുന്നു. ആൻഡ് രണ്ടാമത്തെ പോസിറ്റീവ് മ്യൂസിക്. സായി അഭ്യങ്കറാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ലല്ലോ. അടിപൊളിയായിരുന്നു. പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അത്രയും എൻഗേജിങ് ആക്കി ഈ സിനിമയെ നിലനിർത്തുന്നതിൽ ഈ പറയുന്ന മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയൊരു പങ്കുണ്ട്. ഇത് പ്രണയനൈരാശ്യം, വിട്ടുകൊടുക്കൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നൊരു സിനിമയാണ്. അപ്പോൾ ആ പേസിൽ നമ്മളെയും കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ ഇത്രയും സമയത്തിനുള്ളിൽ നമ്മൾ ഒത്തിരി ഇമോഷൻസ് കയറി ഇറങ്ങുന്നത് കാണും. അപ്പോൾ ആ സംഭവങ്ങൾ മുഴുവൻ നമുക്ക് ഫീൽ ചെയ്യണം. എന്നാൽ ഇതിൻ്റെ ഒപ്പം ഈ പ്രദീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒരു നമുക്ക് ഹ്യൂമറായി കാണിച്ചു തരുന്നൊരു സൈഡുണ്ട്. ആ സൈഡിനെയും ഒക്കെയും ഗംഭീരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് വിഷ്വൽസ് അടിപൊളിയായിരുന്നു. അതാണ് മൂന്നാമത്തെ പോസിറ്റീവ്. അത് അവർ എടുത്തു വച്ചിരിക്കുന്നത്, എഡിറ്റ് ചെയ്തിരിക്കുന്നത്, എഡിറ്റിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളെല്ലാം കൊണ്ടും ഭയങ്കര രസമായിരുന്നു. സിനിമ തുടങ്ങുമ്പോൾ പ്രദീപിൻ്റെ ക്യാരക്ടർ ഒരു കല്യാണ പന്തലിലേക്ക് ചെന്ന് കയറുകയാണ്. അയാളുടെ എക്സ് കാമുകി വേറൊരാളെ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ആ കല്യാണ പരിപാടിയിൽ വെച്ച് ചെറിയൊരു അബദ്ധം ഉണ്ടാകുന്നു. അതിന് ശേഷമുള്ള കുറച്ച് സമയമുണ്ട്. എൻ്റയർ കല്യാണം കലക്കി മറിക്കുന്നൊരു പരിപാടിയാണ്. അത് അവർ വിഷ്വലൈസ് ചെയ്ത്, സംഭവം പെയിൻഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അതിലെ നെഗറ്റീവ് സാധനങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇവന്മാരിത് വിഷ്വലി കാണിച്ചു വെച്ചേക്കുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ടാണ്. അത് സിനിമയിൽ ഉടനീളം നമുക്ക് കാണാനുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ കളറിങ്ങും പിന്നെ ആ പാട്ടുണ്ടല്ലോ, അവ പേച്ചിലെ ആ ട്രാക്ക്, ആ ഒരു സംഭവം വരുമ്പോൾ ഉള്ള വിഷ്വലിൻ്റെ ഒരു സംഭവങ്ങൾ എല്ലാം വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ തീമാണ്. ചില ആളുകൾക്ക് ഇത് ക്രിഞ്ചായി തോന്നിയേക്കാം, അയ്യേ ഇവരെന്ത് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. പക്ഷേ അതവർ അത്രയും രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള റീസൺസ് ഒക്കെ അവർ കൃത്യമായി പറയുന്നുണ്ട്. നിനക്ക് നാണമില്ലടാ ഈ കാര്യം ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നാണക്കേട് അനുഭവിക്കേണ്ടത് വേറൊരു കാറ്റഗറി ഓഫ് ആളുകൾക്കാണ്. അത് സിനിമയിൽ പറയുന്നുണ്ട്. അത് സിനിമയിൽ പറയുമ്പോൾ നിങ്ങൾ അത് ആ ഒരു ഫീലിൽ കേൾക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഇത്രയും ഉളുപ്പില്ലേ നിനക്കെന്ന് ചോദിക്കുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ഉളുപ്പുണ്ടാവേണ്ടത് അവന്മാർക്കാണ് എന്ന് പറയുന്നൊരു ഡയലോഗ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രണയനൈരാശ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിട്ടുകൊടുക്കലിൻ്റെ പെയിൻ എന്ന് പറയുന്നത് അതിനുശേഷവും ജീവിതമുണ്ട്, ജീവിതത്തിനൊരു എൻഡില്ല, അതൊരു ഫ്ലോ ആണ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ സിനിമ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്താ പറയുക, ഈ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മുതലെടുപ്പാണ്, അല്ലെങ്കിൽ
കിട്ടാത്തതിനെ കൊന്നു തീർക്കലാണ് എന്ന് പറയുന്ന വാർത്തകളും പ്രശ്നങ്ങളും നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെയും സംസാരിക്കുന്ന സിനിമകൾ ഉണ്ടാകുന്നത് സന്തോഷമാണ്. ആൻഡ് ഈ സിനിമയുടെ പൊളിറ്റിക്സ് ഇതിനകത്ത് അവർ കരുതി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇന്ത്യക്കാരെ ഒരിക്കലും വിട്ടൊഴിഞ്ഞിട്ടില്ലാത്ത ഒരു ഭൂതത്തിനെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം അതിനുവേണ്ടി ഒരു സ്റ്റഡി ക്ലാസ്സായി മാറുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിൻ്റെ ഭാഗമായി കുറേ സീരിയസ് ആയി പോവുക എന്നുള്ളതല്ല. സിനിമ അതിൻ്റെ ഫൺ മൂഡിൽ അങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ പേരിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന ആളുകളെ കാണുന്നുണ്ട്, നായകൻ്റെ പെയിൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴും ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് മറ്റൊരു എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ട്രെയിലറിലും ആ ഡയലോഗ് ഉണ്ട്, താലിക്ക് മര്യാദ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ താലിക്കല്ല മര്യാദ, ആ താലി ഇട്ടിരിക്കുന്ന പെണ്ണിൻ്റെ ഫീലിങ്സിനാണ് മര്യാദ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഈ സിനിമയിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, അത്രയും ഗംഭീരമായിട്ട് അത് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഇടയ്ക്കിടയ്ക്ക് പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ വാലിഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇത് നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. പക്ഷേ ഇത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രഗിളാണല്ലോ. അപ്പം നായകൻ ഈ പറയുന്ന സെൻറ്റൻസുകളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇയാൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്, ഇയാളുടെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് അതുപോലെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആവും, പക്ഷേ ഇതാണ് അതിൻ്റെ ശരിയെന്ന് സിനിമ നമ്മളോട് അതും ഏറ്റവും രസകരമായി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഇങ്ങനെയും ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. പിന്നെ അവരിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാധനം അത് അവരങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നായകൻ ചില കാര്യങ്ങളൊക്കെ അന്നേരത്തെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷന് വില കൊടുക്കാതെ സംസാരിക്കുമ്പോൾ നായികയുടെ കയ്യിൽ നിന്ന് കരണക്കുറ്റിക്ക് അടി കിട്ടുന്നു. അടി കിട്ടി കഴിയുമ്പോൾ അവന് റിയലൈസേഷൻ വരുന്നു. അതായത് ഇതാണ് ഇവരുടെ ഇമോഷൻ എന്നുള്ളത് ഇവൻ മനസ്സിലാക്കുന്നു എന്നുള്ളത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇമോഷൻസ് അവർ കൈകാര്യം ചെയ്യുന്ന രീതിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയും ഇസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ പെൺകുട്ടികളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് വെച്ചാൽ ഞാനിത് ജനറലൈസ് ചെയ്ത് പറയുകയോ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയോ ഒന്നുമല്ല. പക്ഷേ ഉള്ളിൽ വെച്ച് കുറേ സമയം അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു രീതിയിലൊക്കെയാണ്. പക്ഷേ ആമ്പിള്ളേരെ സംബന്ധിച്ച് ചിലപ്പം ഒന്ന് പറഞ്ഞ് രണ്ട് തെറി പറയുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഡയലോഗ് അടിക്കും, അപ്പോട്ട് പുല്ല് എന്ന് പറയും. ചിലപ്പം കൂട്ടുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിന്നും വരും. ശാരീരിക ഉപദ്രവം നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ചില കാര്യങ്ങൾ ആമ്പിള്ളേറതായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവിടെ ഇവന് കാര്യം മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ വേണം. ആ റിയലൈസേഷൻ അടി കിട്ടിക്കഴിയുമ്പോൾ റിയലൈസേഷൻ ഉണ്ടാകുമ്പോൾ അവന് ഓപ്പോസിറ്റുള്ള ആളുടെ ഫീലിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതെനിക്ക് ആ ഒരു രീതിയിൽ ചെയ്ത പോലെ തോന്നി. പക്ഷേ കയ്യാങ്കളി ഒന്നിനൊരു പരിഹാരമല്ല എന്നുകൂടി ഞാൻ ചേർത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെ ക്രിഞ്ചായി നിങ്ങളിൽ പലർക്കും തോന്നിയേക്കാം. എനിക്കത് ഒരു കാരണവശാലും ക്രിഞ്ചായി തോന്നിയിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ആമ്പിള്ളേരുണ്ട്. അതിൻ്റെ പലതരം വേരിയേഷൻസ് ജീവിതത്തിൽ ആവർത്തിച്ചിട്ടുള്ള ആളുകളുണ്ട്. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആളുടെ ഹാപ്പിനെസ്, ഇഷ്ടമുള്ള ആളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാളെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനതിന് തെറ്റു പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തണം എന്ന് പറയുകയൊന്നുമല്ല. പക്ഷേ സ്വന്തം മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവനവൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കാരണം ബാക്കിയുള്ളവരും നമ്മൾ തന്നെയും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. വിട്ടുകൊടുക്കലും ത്യാഗമൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്, സന്തോഷമാണ്. പക്ഷേ അവനവൻ്റെ മെൻ്റൽ ഹെൽത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു പരിപാടിയും പിടിക്കരുത്. ആൻഡ് ഈ സിനിമയുടെ നെഗറ്റീവ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓളത്തിൽ ഇങ്ങനെ പോവുകയാണ് പടം. പക്ഷേ എവിടെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വലിച്ചിൽ, ഇതിങ്ങനെയാണോ, ഇനി അടുത്തേക്ക് പോകും, നിങ്ങൾ ഈ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ അടുത്തത് പറയൂ എന്ന് നമുക്ക് പറയാൻ തോന്നുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പിടുത്തങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് സിനിമയിലുണ്ട്. സിനിമ ഉടനീളം ഫുള്ളി എൻഗേജിങ് ആയി അങ്ങനെ ഇരുന്ന് കാണുന്ന ആ ഒരു ഫീലിലേക്ക് വന്നിട്ടില്ല എന്ന് കരുതി ആ ഒരു പുറകോട്ട് വലിച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുമില്ല. ഇടയ്ക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും, അടുത്തേക്ക് പോകും, ഇത് കുറച്ച് കൂടിപ്പോയി, നമ്മൾ കുറേ സിനിമയിൽ കണ്ടാണ് എന്ന് പറയാൻ തോന്നുന്ന പോലെയുണ്ട്. ആൻഡ് ഇതിനകത്തുള്ള ചില സിറ്റുവേഷൻസ് അവർ വളരെ ഫോഴ്സ്ഫുള്ളി ചെയ്തതായിട്ട് നമുക്ക് തോന്നും. അതായത് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനൊരു തടസ്സം വരുന്നു എന്ന് പറയുന്നത് അങ്ങനെയും വരാം. പക്ഷേ ഈ സിനിമയിൽ അത് അവതരിപ്പിക്കപ്പെടുന്ന രീതിയിൽ എവിടെയോ ഒരു ഫോഴ്സ്ഫുള്ളായിട്ട് അവർ ചെയ്യുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി വിത്ത് സം ഗുഡ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒത്തിരി ഫൺ, അങ്ങനെ എൻജോയ് ചെയ്തിരുന്ന് കാണാവുന്ന, എൻജോയ് ചെയ്യുന്ന ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന, എന്നാൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് കണ്ടോ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ അതിഗംഭീരമായിട്ട് ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ അവർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു അടിപൊളി പടം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. തിയേറ്ററിൽ കണ്ട് വിലയിരുത്തേണ്ടതാണ് എല്ലാ സിനിമകളും. ഞാൻ ഈ സിനിമ തിയേറ്ററിലാണ് കണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.